പരിസ്ഥിതി ബോധമില്ലാത്തവരെ ഉദ്ധരിക്കാൻ പരിസ്ഥിതി സാക്ഷരതാ ക്ലാസുമായി വരികയാണ് വിദ്യാഭ്യാസ മന്ത്രി രവീന്ദ്രനാഥൻ മാഷ്. അതിന് ആവാസ വ്യവസ്ഥ എന്താണെന്നറിയണ്ടേ? ഉദാഹരണത്തിന് ഞണ്ടിന്റെ കാര്യം എടുക്കുക. ഞണ്ട് കണ്ടോ? തിന്നിട്ടുണ്ടോന്നല്ലേ ചോദിച്ചത്. ജീവിയെ കണ്ടിട്ടില്ലേ? തിന്നിട്ടുണ്ടാവും. ഞണ്ട് എവിടെ ജീവിക്കുക? പാറപ്പുറത്താണോ? അല്ല. എവിടെ ജീവിക്കുക? പാടത്ത് വരമ്പിൽ കുഴിയുണ്ടാക്കി അതിൻ്റെ ഉള്ളിൽ താഴെയാണ് ആര് ജീവിക്കുക? ഞണ്ട് ജീവിക്കുക. എന്തിനങ്ങനെ കുഴി ഉണ്ടാക്കി ജീവിക്കുന്നത്? അതിൻ്റെ പുറത്താ ജീവിച്ചാൽ പോരെ? ആ കുഴി എവിടം വരെ എത്തുന്നോ? ഫ്രഷ് വാട്ടർ ആണെന്ന് തോന്നുന്നു. തോന്നണ്ട, ശരിയാണ്. എല്ലാവരും കേട്ടല്ലോ, ഇന്നാദ്യമായിട്ടാണ് ഇയാളൊരു ചോദ്യത്തിന് ഉത്തരം പറയുന്നത്. ആ കുഴി എത്തുന്നത് വെള്ളത്തിന്റെ വിധാനം വരെയാണ്. അപ്പൊ ഞണ്ട് എന്തിനാ ഓട്ടയുണ്ടാക്കണത്? ഞണ്ടിന് ജീവിക്കാൻ ആവശ്യമായ ചൂടും വെള്ളവും വായുവും കിട്ടത്തക്ക രീതിയിൽ ഞണ്ട് മണ്ണിൽ കുഴി ഉണ്ടാക്കി ഒരു വെള്ളത്തിന്റെ അടുത്ത് ചെന്ന് താമസിക്കുകയാണ്. സാർ എന്താ ചെയ്യുന്നത്? ഐ ആം ടീച്ചിങ്. ഞാൻ ഇവരെ പഠിപ്പിക്കുകയാണ്. പ്ലീസ് ഡോണ്ട് ഇന്റർഫിയർ. ആന കണ്ടോ? ഏറ്റവും ചെറിയ ജീവിയല്ലേ? അല്ല, ഏറ്റവും വലിയ ജീവി അല്ലേ? അതിന്റെ ആവാസ വ്യവസ്ഥ എവിടെയാ? സെക്രട്ടേറിയറ്റിലാ? എവിടെയാ? കാട്ടിലാണ്. അതിന്റെ ആവാസ വ്യവസ്ഥ ഏതാണ്? കാടാണ്. എന്താ കാരണം? അധ്യാപകരോട് സംസാരിക്കുമ്പോൾ ബഹുമാന സൂചകമായി സർ എന്നുകൂടി ചേർക്കണം. സേ നോ സർ. നോ സർ. ഇപിയുടെ അത്ര മര്യാദ മറ്റാർക്കുണ്ട്? ഒരു പുലിയാണ് എന്നൊക്കെ നാട്ടുകാർ പറഞ്ഞ് പേടിപ്പിച്ചിരുന്നെങ്കിലും മന്ത്രി ആയതോടെ ആ ചിത്രീകരണം ആകെ പൊളിഞ്ഞു പോയില്ലേ? ഉദാഹരണത്തിന് പുലിയുടെ ആവാസ വ്യവസ്ഥയുടെ കാര്യം തന്നെ എടുക്കുക. അത് കാട്ടിലാണ്. എന്നാൽ കാട്ടിൽ ആവാസ വ്യവസ്ഥ ഇല്ലാതായാലോ? നാട്ടിലേക്ക് പുലി ഇറങ്ങുന്നു. കേട്ടിട്ടില്ലേ? കേട്ടിട്ടുണ്ടോ? എന്താ കാരണം? സർ, ഞാൻ ഈ ക്ലാസ്സിലല്ല സർ. പക്ഷെ എന്റെ ക്ലാസ്സിൽ കയറി ഇരുന്നാൽ ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറയണം. അതെനിക്ക് നിർബന്ധമാണ്. എന്റെ സബ്ജക്ട് സുവോളജി അല്ല സർ. പുലിയുടെ ആവാസ വ്യവസ്ഥ എന്ന് പറയുന്നത് കാടാണ്. അതുകൊണ്ട് വെറുതെ കാട് മാത്രമായതുകൊണ്ട് കാര്യമില്ല. കാടിന് കാടത്തം വേണം. എല്ലാ കാര്യത്തിലും അതുതന്നെയാണ് സ്ഥിതി. അതിന്റെ തനിമ വേണം. ഉദാഹരണത്തിന് കുറുന്തോട്ടിത്തമില്ലാത്ത കുറുന്തോട്ടി കിട്ടിയിട്ട് വല്ല കാര്യവുമുണ്ടോ? കുറുന്തോട്ടി കേട്ടിട്ടുണ്ടോ? കുറുന്തോട്ടി അമേരിക്കയിലുണ്ടോ? ഇല്ല. കേരളത്തിലുണ്ടോ? ഉണ്ട്. മണലാരണ്യത്തിലുണ്ടോ? ഇല്ല. കേരളത്തിൽ തീരപ്രദേശത്തുണ്ടോ? ഇല്ല. നാട്ടിൻപുറത്തുണ്ടോ? ഉണ്ട്. മലയിൽ കൂടുതലുണ്ടോ? ഉണ്ട്. എന്താ? ഉത്തരം കിട്ടി. സാക്ഷരരായി. പറയൂ, എന്താണ്? കുറുന്തോട്ടിക്ക് ആവശ്യമായ എല്ലാ ഘടകങ്ങളും കിട്ടുന്ന അന്തരീക്ഷം എന്ന് പറയുന്നത് മലമ്പ്രദേശമാണ്. അപ്പോ പേരക്കയുടെ കഥ കൂടി പറഞ്ഞ് നിർത്താം. പേരക്ക ഉണ്ടോ? ഉണ്ട്. ആകൃതി എന്താ? ഇങ്ങനെ തന്നെയാ. പേരക്ക കഴിക്കാൻ പറ്റുന്നുണ്ടോ? കഴിക്കാൻ പറ്റുന്നുണ്ട്. പണ്ടത്തെ സ്വാദുണ്ടോ? ഉണ്ടോ? എന്താ ഉറക്ക പറയാതെ? ഇല്ല. എന്താ ഇല്ലാത്ത? അതിനുള്ളിൽ യഥാർത്ഥത്തിൽ യഥാർത്ഥ മണ്ണിൽ നിന്നും വരേണ്ടിയിരുന്ന പല ഘടകങ്ങളും ഇല്ല. സമസ്ത അപരാധവും ക്ഷമിക്കുക. കേൾക്കുന്നുണ്ടോ? മനസ്സിലായോ? എവിടെ നിന്നാണോ പഠിപ്പിച്ചേ ഞാൻ പോകുള്ളൂ. എനിക്ക് വയ്യ, അവിടെ മുഴുവൻ വേദനയാണ്. കേൾക്കണ്ട? എവിടെ നിന്നാണോ, പറയൂ, എന്തെല്ലാം എടുത്തുവോ അത് അവിടേക്ക് തന്നെ കൊടുത്തുകൊണ്ടാണ് പ്രകൃതി സന്തുലനം നിലനിർത്തിക്കൊണ്ട് അടുത്ത തലമുറയ്ക്കും ഇതേ പ്രക്രിയ നടത്താൻ അവസരമുണ്ടാക്കുന്നത്. പഠിപ്പിച്ചതൊക്കെ എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ടോ എന്തോ? എന്തായാലും മനസ്സിലായതിന്റെ അടിസ്ഥാനത്തിൽ ചില കോമഡികളുമായി നേതാക്കൾ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. അടുത്ത ഇടവേളയിലേക്ക്. അത് കഴിഞ്ഞ് കുമ്മാട്ടിക്കളി. കറുകരക്കാർമുകിൽ കൊമ്പനാന പുറത്തേറിയെഴുന്നള്ളും മൂർത്തേ. കലാരൂപങ്ങളൊക്കെയും നാടിന്റെ ചിഹ്നം വിളിയായി തന്നെ നിലനിൽക്കണം.